ജയേട്ടനെ ഞാൻ ആദ്യം കാണുന്നത് എൻ്റെ വീട്ടിൽ വെച്ചാണ്. ഓ, അതൊരു 40 വർഷം മുമ്പാണ്. എൻ്റെ സിസ്റ്റർ പാടും. അപ്പോൾ സിസ്റ്ററിനെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് അച്ഛനും സിസ്റ്ററും ജയേട്ടനും കൂടി ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ വരികയാണ്. അപ്പോൾ നമുക്കറിയാം ജയേട്ടൻ ദാസേട്ടനാണല്ലോ അന്നും ഇന്നും. അതെ. അപ്പോൾ ആ ഒരു ചെറിയ ഓർമ്മയാണ്. എന്നിട്ട് വന്ന് വെള്ളം കുടിച്ചു. ചായ ഒന്നും വേണ്ട, ലേറ്റായില്ലേ, അതുകൊണ്ട് ഇത്തിരി വെള്ളം മതി എന്ന് പറഞ്ഞിട്ട് വെള്ളം കുടിക്കുന്നത്. അങ്ങനെ എൻ്റെ ഒരു ചെറിയൊരു ഇങ്ങനെ എന്താ പറയാ മങ്ങിയ ഓർമ്മയാണ്. പക്ഷെ എന്നാൽ അത്യാവശ്യം ക്ലിയർ ഓർമ്മ. എന്നാലും വീട്ടിലാണ് കണ്ടത് ആദ്യം. അതാണ്. പിന്നീട് കുറെ വർഷങ്ങൾക്ക് ശേഷം ജയേട്ടനായിട്ട് പാടാൻ പറ്റി, ഒരുമിച്ച് സംസാരിച്ച എത്രയോ നിമിഷങ്ങൾ, ഇതൊന്നും നമ്മളെ ചിന്തിക്കുന്ന പോലും ഇല്ലല്ലോ. ജയേട്ടനായിട്ട് ആദ്യമായിട്ട് റെക്കോർഡിങ് ചെയ്യുന്നത് ദേവരാജ മാസ്റ്ററുടെയാണ് 93-ൽ. അത് തരങ്ങണിയിൽ വെച്ചിട്ട്. പിന്നെ MJ ചന്ദ്രനായിരുന്നു അത് അസിസ്റ്റ് ചെയ്തിരുന്നത്. പിന്നെ 95-ൽ തന്നെ ആദ്യത്തെ കൺമണി സിനിമയിൽ ഞങ്ങൾ ഡ്യുവറ്റ് പാടി. അമ്മാനത്തമ്പഴങ്ങ ചെമ്മാന ചെമ്പരത്തി ഉണ്ണിക്കൊരു 100 കൂട്ടം മേളം, ആ പാട്ട്. പിന്നെ കർമ്മ, പിന്നെ ഒരുപാട് ആൽബംസ്, ഇപ്പം ജയേട്ടനും ഞാനും കൂടി ഉള്ള ആൽബംസൊക്കെ ഒത്തിരി. അപ്പം അങ്ങനെ ഒരു വലിയ വലിയ ഓർമ്മകളാണ്. പക്ഷെ നമ്മൾ ഈ സിംഗേഴ്സ് കൂടുതൽ അടുത്ത് പെരുമാറുന്നത് ഈ ഷോസിന് പോകുമ്പോഴാണ്, നേരത്തെ പറഞ്ഞ പോലെ. അപ്പം ഈ പ്രോഗ്രാംസിന് പോകുമ്പോഴാണ് ഒരുപാട് നേരം അടുത്തിരിക്കാനും അല്ലെങ്കിൽ എന്താണ് ഈ വ്യക്തികൾ എന്നുള്ളത് ശരിക്കും ഒരു ക്ലിയർ പിക്ചർ കിട്ടുന്നതും അപ്പോഴാണ്. അപ്പം പൊതുവെ ജയേട്ടനെ കുറിച്ച് നമുക്കൊരു പിക്ചർ, വളരെ ദേഷ്യക്കാരൻ, എന്തു പറഞ്ഞാലും തർക്കുത്തരം, പക്ഷെ അതിലൊക്കെ വിട്ടിട്ട് ഒരു ഭയങ്കര സോഫ്റ്റ് ആണ്. ശരിക്കും പിള്ളേരുടെ മനസ്സാണ് ശരിക്കും. അത് പക്ഷെ നമ്മൾ അങ്ങ് അടുത്ത് ചെന്നാലേ കാണുള്ളൂ. അല്ലെങ്കിൽ ഉള്ള കാര്യം തന്നെയാണ്. ഞാൻ തന്നെ ഒരു ദിവസം ഒരു ഇന്റർവ്യൂ എടുത്തോ പറഞ്ഞ, ഞാൻ വലിയ ദേശീയക്കാരനാ, ആൾക്കാരോടൊക്കെ ആവശ്യമില്ലാത്തൊക്കെ പറയും, അതൊന്നും ചെയ്യാൻ പാടില്ല, എനിക്കറിയാം, പക്ഷെ ചെയ്യും. ഇനി നമ്മൾ എന്തെങ്കിലും പറയണ്ട, എല്ലാം പറഞ്ഞു, ദേശീയക്കാരനാണ്, ചെയ്യാൻ പാടില്ല പക്ഷെ ചെയ്യും. ഇത്രയും പറഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം അദ്ദേഹവുമായിട്ടുള്ള അനുഭവങ്ങൾ പറയുമ്പം പാട്ട് സംസാരിക്കണമെങ്കിൽ നമ്മൾ സുശീലാമയോ റഫി സാബിനെയോ ഒക്കെ തന്നെ പറ്റി തന്നെ പറയണം. പുള്ളി പാടിയ പാട്ടുകളെ പറ്റി നമ്മൾ അദ്ദേഹത്തോട് സംസാരിക്കുമ്പം അതിലൊന്നും അത് ഈ റെക്കോർഡിങ്ങിന് വരുന്ന ചില ആളുകള് ചേട്ടനെ കൊണ്ട് പാട്ട് പാടിക്കാൻ ചേട്ടനെ അപ്രോച്ച് ചെയ്യേണ്ട എങ്ങനെയാന്ന് ചോദിക്കും നമ്മളോട്. അപ്പൊ ഞാൻ പറയും, ഒരു കാര്യം ചോദിച്ചു, മുഹമ്മദ് റാഫിയെ കുറിച്ച് സംസാരിക്കൂ, സുശീലാമയുടെ പാട്ടുകളെ കുറിച്ച് സംസാരിക്കുക, MSV സാറിനെ കുറിച്ച് സംസാരിക്കുക, പാട്ടുകളെ കുറിച്ച് പറയുക. ഒരു കൊച്ചുകുട്ടിയെ പോലെ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം സാധിച്ചു. നേരെ പറഞ്ഞു ശരിയാ. കാരണം ജയേട്ടന്റെ പാട്ടുകളെ കുറിച്ച് നമ്മൾ അതിനെപ്പറ്റി അല്ലെങ്കിൽ വേറെ വിഷയങ്ങളിൽ നിന്ന് തമാശ പറയണം. പാട്ടുകളുടെ ഒരു ജോണർ എടുത്തു കഴിഞ്ഞാൽ എല്ലാതരം പാട്ടുകളും ഉണ്ട്, എല്ലാത്തരം പാട്ടുകളും അതിനകത്തുണ്ട്. അതിലൊരു പോയിന്റിൽ ടക്കേന്നും പറഞ്ഞ് തമിഴിലേക്ക് ചെന്ന് കയറിയിട്ട് അവിടെ ഇളക്കി മറിച്ച് രാസാത്തി ഉന്നെ പോലെയുള്ള പാട്ടുകൾ പാടി ഇളക്കി മറിച്ച് പോന്നിട്ടുണ്ട്. ഭക്തിഗാനങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തും പുഷ്പാഞ്ജലി എന്ന് പറയുന്ന പാട്ട്, അതിനകത്തെ വിഘ്നേശ്വര, വിഘ്നേശ്വര, വടക്കുന്നാഥന് സുപ്രഭാതം പാട്, കൂടുംപണികളെ കണ്ണാലുടിക്കും, തുയിലുണരുക, കരിവാസ, അത്രയും പാട്ടുകൾ, എല്ലാ പാട്ടുകളും ഹിറ്റാണെന്നുള്ളതാണ്. ഇന്നും ഈ ഭക്തിഗാനമേള സ്റ്റേജുകളിൽ എല്ലാവരും പാടും. ഭക്തിഗാന കാസറ്റിൽ റെക്കോർഡ് കച്ചവടം നടന്നിട്ടുള്ള കാസറ്റുകളിൽ ഒന്നാണ് ഭക്തിഗാനങ്ങൾ അത്രയും പാടിയിട്ടുള്ളത്. പിന്നെ ലളിതഗാനങ്ങള് സ്മൃതിതൻ ചിറകിലേറി, ഒന്നിനി ശ്രുതി താഴ്ത്തി എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മുടെ മലയാളി ചലച്ചിത്ര ആസ്വാദകരെ ഗാനാസ്വാദകർക്ക് ഏറ്റവും ആദ്യം പറയുന്ന 2 പാട്ടുകൾ, ഒന്ന് മഞ്ഞലയിൽ മുങ്ങി തോർത്തി, പിന്നെ ഒന്നിനി ശ്രുതി താഴ്ത്തി. അതിന്റെ രചന, സംഗീതം, ആലാപനം 3ഉം ഒരേ ഹൈറ്റാണ്. രചന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ONV സാറിന്റെ ഗംഭീര രചന, ദേവരാജ മാസ്റ്ററുടെ രാജകീയമായ സംഗീതം, ജയേട്ടന്റെ ആലാപനം. ആരെയും പാടി ഉറക്കാം, കുഞ്ഞിനെ പാടി ഉറക്കാം, കാമുകിയെ പാടി ഉറങ്ങാം, എന്താ പറയുക, ഭാര്യയെ പാടി ഉറക്കാം, വയസ്സായി കിടക്കുന്ന ഒന്നിനും എണീക്കാൻ അങ്ങനെ എല്ലാ തരത്തിലുള്ള ആളുകളെയും പാടി ഉറക്കാനും ഉണർത്താനും കഴിയുന്ന പാട്ടാണ് ഒന്നിനി ശ്രുതി താഴ്ത്തി.